ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ബൊയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വെസലിൽ കുറച്ച് വെള്ളമുണ്ട്. അതിൽ നമ്മളിത് ഇങ്ങനെ ഒരു ബോഡി ഇമേഴ്സ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബോഡി ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് കാരണം എന്ത് ചെയ്യും? ആ ബോഡി ആദ്യം മുങ്ങിപ്പോകും ആണല്ലോ. ചിലപ്പോൾ അത് മുങ്ങിപ്പോയിട്ട് തിരിച്ച് മുകളിൽ വന്നിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാറുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാറുണ്ട്. അതിന് കാരണം എന്താണ്? ഈ സബ്മേർജ്ഡ് ആയിട്ടുള്ള ബോഡിയെ ഈ ഫ്ലൂയിഡിൽ ഒരു ടെൻഡൻസി ഉണ്ടാകും, മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലൂയിഡിൽ ഒരു അപ്വേർഡ് ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും, മുകളിലേക്ക് ഒരു അപ്വേർഡ് ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആ അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ ഫോഴ്സ് ഓഫ് ബൊയൻസി അല്ലെങ്കിൽ സിംപ്ലി ബൊയൻസി എന്ന് പറയുന്നത്. The tendency of a fluid to uplift a submerged body due to upward thrust of the fluid. അപ്പോൾ സബ്മേർജ്ഡ് ബോഡിയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ്, അതാണെന്ത് ബൊയൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് W എന്ന് എടുക്കാം. ഈ വെയിറ്റ് എങ്ങോട്ടാണ്? താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. വെയിറ്റ് കാരണമാണ് ആദ്യം അത് മുങ്ങിപ്പോയത് അല്ലേ. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ബൊയൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ബൊയൻ ഫോഴ്സ് മുകളിലേക്കാണ് FB ആയിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ബോഡിയുടെ വെയിറ്റ് W ഗ്രേറ്റർ ദാൻ FB വന്നാൽ, അതായത് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ബൊയൻ ഫോഴ്സിനെക്കാട്ടി കൂടി വന്നാൽ എന്ത് സംഭവിക്കും? ഈ താഴോട്ടുള്ള വെയിറ്റാണ് കൂടുതൽ അല്ലേ. ബൊയൻ ഫോഴ്സിനെക്കാട്ടിയും കൂടുതലാണ് നമ്മുടെ വെയിറ്റിംഗ്, ബോഡിയുടെ വെയിറ്റെങ്കിൽ ബോഡി വിൽ സിങ്ക് അല്ലേ, ബോഡി സിങ്ക് ചെയ്യും ആണല്ലോ. ഇനി ഈ രണ്ട് വെയിറ്റും, അതായത് ബോഡിയുടെ വെയിറ്റും അതുപോലെ ബൊയൻ ഫോഴ്സും ഈക്വലായിട്ട് വന്നാലോ? ബൊയൻ ഫോഴ്സും ബോഡിയുടെ വെയിറ്റും ഈക്വലായിട്ട് വന്നാൽ എന്ത് സംഭവിക്കും? അത് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം അല്ലേ, ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് എന്ന് പറയാം. ഓക്കെ, അടുത്ത കണ്ടീഷൻ W ലെസ് ദാൻ FB വന്നാൽ, അതായത് ബോഡിയുടെ വെയിറ്റ് നമ്മുടെ ബൊയൻ ഫോഴ്സിനെക്കാട്ടി കുറവ് വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഈ വെയിറ്റ് കുറവാണ്, അതായത് താഴോട്ടുള്ള വെയിറ്റ് കുറവാണ്, മുകളിലോട്ടുള്ള ഫോഴ്സാണ് കൂടുതൽ ആണല്ലോ. അപ്പോൾ ഈ ബോഡിയെ മുകളിലേക്ക് ഉയർത്തും ആണല്ലോ, സബ്മേർജ്ഡ് ആയി കിടക്കുന്ന ബോഡിയെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, വെയിറ്റ് ഓഫ് ഏതൊരു വസ്തുവിൻ്റെ ആയാലും വെയിറ്റ്, എയറിലുള്ള വെയിറ്റ് കൂടുതലായിരിക്കും ദാൻ വാട്ടറിലുള്ള വെയിറ്റിനെക്കാട്ടിയും കൂടുതലാണ് എയറിലുള്ള വെയിറ്റ്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സബ്മേർജ്ഡ് ആയിട്ടുള്ള ബോഡിയുടെ വെയിറ്റിനെക്കാട്ടി കൂടുതലായിരുന്നു നമ്മുടെ ബൊയൻ ഫോഴ്സ് ആണല്ലോ. അപ്പോൾ ഈ ബൊയൻ ഫോഴ്സ് കാരണം ഈ ബോഡി മുകളിലേക്ക് ഉയർന്നു വന്ന് ഇതിൻ്റെ വെയിറ്റ്, അതായത് വാട്ടറിലുള്ള വെയിറ്റ് കുറവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വെയിറ്റും ഈ ബൊയൻ ഫോഴ്സും ഈക്വലായിട്ട് വരുന്ന എപ്പോഴാണോ ആ കണ്ടീഷനിൽ ഈ ബോഡി ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ഒന്നുകൂടെ പറയാം, നമ്മുടെ വെയിറ്റ് ഓഫ് ബോഡി കുറവാണ് അല്ലേ, ബൊയൻ ഫോഴ്സാണ് കൂടുതൽ. അപ്പോൾ സബ്മേർജ്ഡ് ആയി കിടക്കുന്ന ബോഡിയെ എന്ത് ചെയ്യും? ബൊയൻ ഫോഴ്സ് മുകളിലേക്ക് കൊണ്ടുപോകും ആണല്ലോ. ഇത് മുകളിലേക്ക് ഉയരും തോറും ഇതിൻ്റെ വെയിറ്റ് എങ്ങനെ? എയറിലുള്ള വെയിറ്റ് ഇൻ എയർ ഈസ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് ഇൻ വാട്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബൊയൻ ഫോഴ്സിന് ഈക്വലായിട്ട് ഇതിൻ്റെ വെയിറ്റ് വരുമ്പോൾ, ഈ ബോഡിയുടെ വെയിറ്റ് എപ്പോഴാണോ ഈ ബൊയൻ ഫോഴ്സിന് ഈക്വലായിട്ട് വരുന്നത് ആ ഒരു സമയത്ത് ബോഡി വിൽ ഫ്ലോട്ട്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? ബോഡി വിൽ മൂവ് അപ്വേർഡ്സ് അല്ലേ. ആദ്യം എന്താ സംഭവിക്കുന്നത്? ബൊയൻ ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ബോഡിയെ മുകളിലേക്ക് ഉയർത്തും അല്ലേ, അപ്വേർഡ്സ്. ഇനി അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു പറഞ്ഞത്? ബൊയൻ ഫോഴ്സ് ഈക്വൽ ടു weight of body, then the body is said to be
body is said to be floating. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. ആദ്യം പറഞ്ഞ എന്താണ്, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ബോയൻ ഫോഴ്സിനെക്കാട്ടി കൂടി വന്നാൽ ബോഡി സിങ്ക് ചെയ്യും. രണ്ടും ഈക്വലായിട്ടാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് പറയാം. ഇനി W <FB ആയിട്ട് വരികയാണെങ്കിൽ ബോയൻ ഫോഴ്സ് കാരണം ബോഡിയെ മുകളിലേക്ക് അപ്വേർഡ് പോകും അല്ലേ. എപ്പോഴാണോ ഈ ബോയൻ ഫോഴ്സും നമ്മുടെ വെയിറ്റ് ഓഫ് ബോഡിയും ഈക്വലായിട്ട് വരുന്നത്, അപ്പോൾ ഈ ബോഡി ഫ്ലോട്ടിങ്ങിലാണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഈ ഒരു ബോഡി ഇമ്മേഴ്സ് ചെയ്തപ്പോഴത്തേക്ക് ഈ വാട്ടറിൻ്റെ ലെവലിന് എന്ത് സംഭവിക്കും? അത് കുറച്ച് റൈസ് ചെയ്യാറുണ്ടല്ലേ. നമ്മൾ ഏതൊരു ബോഡിയും വെള്ളത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇനീഷ്യൽ ലെവലിൽ നിന്ന് കുറച്ച് റൈസ് ചെയ്യാറുണ്ട് വാട്ടർ ലെവൽ ആണല്ലോ. അപ്പോൾ ആ റൈസ് ചെയ്യുന്ന വാട്ടർ നമ്മൾ ഒരു ബീക്കറിൽ കളക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, കളക്ട് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റൈസ് ചെയ്ത വാട്ടർ ഒരു ബീക്കറിൽ കളക്ട് ചെയ്ത് അതിൻ്റെ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ബോഡിയുടെ വെയിറ്റും നമ്മൾ കളക്ട് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ, അതാണ് ആർക്കിമിഡീസ് പറയുന്നത്. ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റും വെയിറ്റ് ഓഫ് ബോഡിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, എന്താണ് ആർക്കിമിഡീസ് പറയുന്നത്? വെയിറ്റ് ഓഫ് ബോഡി ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ വെയിറ്റ് ഓഫ് ബോഡിക്ക് ഈക്വലാണ് എത്ര വെള്ളമാണോ അതിൽ നിന്ന് ഡിസ്പ്ലേസ് ആവുന്നത് ആ വാട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഇത് പ്രോബ്ലമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വരും. അപ്പോൾ വെയിറ്റ് ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഈ ബോയൻ ഫോഴ്സും ഈ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡും എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ആയിരിക്കും. എന്താണ്? ദ ബോയൻ ഫോഴ്സ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ബോയൻ ഫോഴ്സിന് ഈക്വലാണ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ വോളിയം എങ്ങനെ ആയിരിക്കും? നമ്മൾ ഈ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടർ കളക്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ബോഡിയുടെ വോളിയമായിട്ട് എത്രയാണോ ഇതിൽ സബ്മേർജ്ഡായി കിടക്കുന്ന പോർഷൻ അത്രയും പോർഷൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് ഹോൾ ബോഡിയുടെ വോളിയത്തിന് ഈക്വൽ അല്ല. എങ്ങനെയാണ്? ഈ സബ്മേർജ്ഡ് ചെയ്ത് കിടക്കുന്ന പോർഷൻ എത്രയാണോ അത്രയും വോളിയത്തിന് ഈക്വൽ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്ത ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു സബ്മേർജ്ഡ് വോളിയം ഓഫ് ബോഡി. സബ്മേർജ്ഡ് വോളിയം ഓഫ് ബോഡി. ഓക്കെ, അപ്പം ഈ 3 പോയിൻ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയ്റ്റിന് ഈക്വലാണ് നമ്മുടെ ബോഡിയുടെ വെയ്റ്റ്. അതുപോലെ ബോയൻ ഫോഴ്സ് ഇസ് ഓൾവേസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ്? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു സബ്മേർജ്ഡ് വോളിയം ഓഫ് ബോഡി. ക്ലിയർ ആയോ? അടുത്തത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന 2 ടേംസാണ് സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഈ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ബോയൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അപ്വേർഡ് ഫോഴ്സ് ആണല്ലേ.
സബ്മേർജ്ഡ് ആയിട്ടുള്ള ബോഡിയെ മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ അപ്വേർഡ് ഫോഴ്സാണ് നമ്മുടെ ബോയൻസി. അപ്പോൾ ബോയൻസി ഏതൊരു പോയിൻറ്റിന് അബൌട്ടാണോ ആക്ട് ചെയ്യുന്നത് ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഈ സെൻറ്റർ ഓഫ് ബോയൻസി ഇസ് ഈക്വൽ ടു ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. ഡിസ്പ്ലേസ് ചെയ്ത ആ വാട്ടറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ഈ ബോയൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ബോഡി ഇമേഴ്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വെള്ളം ഡിസ്പ്ലേസ് ആവാറുണ്ടല്ലേ. ആ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്? നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ഏത് പോയിൻറ്റിലാണോ ആക്ട് ചെയ്യുന്നത് ആ ഒരു പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മുടെ ഹോൾ ബോഡിയുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, അടുത്ത ടേം മെറ്റാ സെൻറ്റർ. മെറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോട്ടിംഗ് ബോഡി. ഞാൻ വെറുതെ വരച്ചു എന്നുള്ള ഈ ഫിഗർ നോക്കുക. നമ്മുടെ ഈ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യാണ്. നമ്മുടെ വാട്ടർ ലെവൽ ഇതാണ് വാട്ടർ ലെവൽ. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയോ ഇങ്ങനെ 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 ആവാറുണ്ട്. അതായത് ഓസിലേഷൻ പോലെ ആവാറുണ്ട് അല്ലേ. ഇങ്ങനെ ഡിസ്പ്ലേസ് ആവാറുണ്ട്, അതുപോലെ ഇങ്ങനെ ഡിസ്പ്ലേസ് ആവാറുണ്ട്. ചെറിയൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അതിനുണ്ടാകും അല്ലേ. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ആ ഓസിലേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് അല്ലേ, ദ പോയിൻ്റ് അബൌട്ട് വിച്ച് ദ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്, ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ദ പോയിൻ്റ് അബൌട്ട് വിച്ച് ദ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്. എന്താണ്, ഫ്ലോട്ടിംഗ് ബോഡി ഓസിലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് പോയിൻറ്റിന് അബൌട്ടായിട്ടാണോ അത് ഓസിലേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ഇതിന് ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്. ഈ ഒരു ഫിഗർ നോക്കുക. ഇത് നമ്മുടെ ബോഡി. ഓക്കെ, ജി എന്നുള്ളത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ബി സെൻറ്റർ ഓഫ് ബോയൻസി. ഓക്കെ, ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് സെൻറ്റർ ഓഫ് ബോയൻസി. വെയിറ്റ് താഴോട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ ലൈൻ പോകുന്നത്. വെയിറ്റ് താഴോട്ട്, മുകളിലേക്ക് ബോയൻ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ബോഡിയെ നമ്മൾ കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്തു, ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ചെറിയൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും ആണല്ലോ. ഇത് നമ്മുടെ ഇനിഷ്യൽ ബോയൻ ഫോഴ്സ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബോഡിക്ക് എന്താ, ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇതാണ് കൂടുതൽ സബ്മേർജ്ഡ് ആയി വരുന്നത് അല്ലേ. അപ്പോൾ അതിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇനിഷ്യൽ ബി ആയിരുന്നു ഇവിടെ. അപ്പോൾ ഇപ്പോഴത്തെ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ബി ഡാഷ് ആയിട്ട് എടുക്കുക. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, വെയിറ്റ് ആക്ട് ചെയ്യുന്ന എവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത്. ഇനിഷ്യൽ സെൻറ്റർ ലൈൻ ഇതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ബോയൻ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ബോയൻ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും നമ്മുടെ ഈ സെൻറ്റർ ലൈനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെ നമ്മൾ മെറ്റാ സെൻറ്റർ എന്നും പറയും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത്. എന്താണ്, നമ്മുടെ സെൻറ്റർ ലൈനും അതുപോലെ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അതിൻ്റെ ആ ലൈൻ ഓഫ് ആക്ഷനും, ഇതാണ് നമ്മുടെ ബോയൻ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ സെൻറ്റർ ലൈനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണെന്ത്, മെറ്റാ സെൻറ്റർ. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷനും ഒന്ന് ഓർത്തിരിക്കുക. ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ എന്തായിരുന്നു, ദ പോയിൻ്റ് അബൌട്ട് വിച്ച് ദ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്. ഏത് പോയിൻറ്റിന് അബൌട്ടായിട്ടാണോ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് അതിനെ മെറ്റാ സെൻറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഒരു ബോഡിയെ ടിൽറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സെൻറ്റർ ഓഫ് ബോയൻസി മാറും അല്ലേ. അപ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസിയുടെ ആ ലൈൻ ഓഫ് ആക്ഷനും സെൻറ്റർ ലൈനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെ മെറ്റാ സെൻറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെബിലിറ്റി ഓഫ് സബ്മേർജ്ഡ് ബോഡിയാണ്. സബ്മേർജ്ഡ് ബോഡിയുടെ സ്റ്റെബിലിറ്റി.
അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും വെച്ചിട്ടാണ് പറയാറുള്ളത്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയൻസി. ഇപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസിയെ ബി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ബി ഈസ് എബോവ് ജി ആണെങ്കിൽ, ബി ഈസ് എബോവ് ജി, അതായത് സെൻറ്റർ ഓഫ് ബോയൻസി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെക്കാട്ടി മുകളിൽ വന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി ബി ഈസ് ബിലോ ജി ആണെങ്കിൽ, അതായത് സെൻറ്റർ ഓഫ് ബോയൻസി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെക്കാട്ടി ബിലോ വന്നു, അങ്ങനെയാണെങ്കിൽ അതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി രണ്ടും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിലോ, ബി ആൻഡ് ജി, ബി കോയിൻസൈഡ് വിത്ത് ജി, ബിയും ജിയും കോയിൻസൈഡ് ചെയ്തു, അങ്ങനെയുള്ള കണ്ടീഷനെ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയും. ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ സബ്മേർജ്ഡ് ബോഡിയിൽ സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും വെച്ചിട്ടാണ് പറയുന്നത്. ബി ഈസ് എബോവ് ജി ആണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ബി ഈസ് ബിലോ ജി ആണെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ബിയും ജിയും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി ഉണ്ട്, അതുകൂടെ നോക്കാം. ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ നമ്മൾ മെറ്റാസെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് പറയാറുള്ളത്. മെറ്റാസെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ എം ഈസ് എബോവ് ജി വന്നാൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, എം ഈസ് ബിലോ ജി വന്നാൽ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. എം ആൻഡ് ജി കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്? ന്യൂട്രൽ ഇക്വിലിബ്രിയം. കണ്ടീഷൻസ് ഇവിടെ എന്താണ്? എം ആണ് വരുന്നതെന്നേ ഉള്ളൂ. നമ്മൾ സബ്മേർജ്ഡ് ബോഡിയിൽ ബി ആയിരുന്നു അല്ലേ, സെൻറ്റർ ഓഫ് ബോയൻസി വെച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ ഫ്ലോട്ടിംഗ് ബോഡിയിൽ അവിടെ മെറ്റാസെൻറ്റർ കാണും അല്ലേ, ഫ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ മെറ്റാസെൻറ്റർ കാണും. അപ്പോൾ ഇവിടെ എമ്മും ജിയും വെച്ചിട്ടാണ് പറയുന്നത്. കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? സെയിം തന്നെയാണ്. എം ഈസ് എബോവ് ജി ആണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, എം ഈസ് ബിലോ ജി ആണെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, എമ്മും ജിയും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, ക്ലിയർ ആയല്ലോ?